പ്ലീനം വിളിക്കണം. വെള്ളാപ്പള്ളിയെ തള്ളിപ്പറയാതിരുന്നത് ന്യൂനപക്ഷങ്ങൾ അകറ്റി. CPM സംസ്ഥാന സമിതിയിൽ രൂക്ഷ വിമർശനം. തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ CPM സംസ്ഥാന സമിതിയിൽ അതിരൂക്ഷ വിമർശനം. സംഘടനാ തലത്തിൽ CPM-ന് ഗുരുതര വീഴ്ച സംഭവിച്ചുവെന്നും ന്യൂനപക്ഷങ്ങൾ ഇടതുപക്ഷത്തു നിന്നും അകന്നത് പാർട്ടിക്ക് അറിയാൻ കഴിഞ്ഞില്ലെന്നും വിമർശനമുയർന്നു. വെള്ളാപ്പള്ളിയോടുള്ള പിണറായിയുടെ സമീപനത്തിലും വിമർശനമുയർന്നു. വെള്ളാപ്പള്ളിയെ തള്ളിപ്പറയാതിരുന്നത് ന്യൂനപക്ഷങ്ങളെ അകറ്റി. കണ്ണൂരിൽ പാർട്ടിയിലെ കലാപം ഗൗരവത്തോടെ കാണണം. അണികൾ മാത്രമല്ല, അംഗങ്ങളും അകന്നു. പയ്യന്നൂരിലും തളിപ്പറമ്പിലും വൻ വീഴ്ച സംഭവിച്ചു. PK ശ്യാമളയുടെ സ്ഥാനാർത്ഥിത്വം ഒരിക്കലും പാടില്ലായിരുന്നു. TI മധുസൂദനെതിരായ ആക്ഷേപവും ഗുരുതരം. പാർട്ടിയിൽ അടിമുടി തിരുത്തു വേണമെന്നും ചർച്ച ചെയ്യാൻ പ്ലീനം വിളിച്ചു ചേർക്കണമെന്നും ആവശ്യമുയർന്നു. തെരഞ്ഞെടുപ്പിലെ കനത്ത തിരിച്ചടി ചർച്ച ചെയ്യാനാണ് സംസ്ഥാന സമിതി ചേർന്നത്. തുടർഭരണ പ്രതീക്ഷയോടെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയന്റെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പ് നേരിട്ട LDF മുന്നണി വെറും 35 സീറ്റിൽ ഒതുങ്ങുകയായിരുന്നു. സമീപകാലത്ത് പാർട്ടിക്കേറ്റ കനത്ത തിരിച്ചടിയാണ് തെരഞ്ഞെടുപ്പിൽ നേരിട്ടത്. CPM-ന്റെ ശക്തി കേന്ദ്രങ്ങളായ പയ്യന്നൂരിലും തളിപ്പറമ്പിലും പരാജയപ്പെട്ടു. പലയിടത്തും ഭൂരിപക്ഷം കുറഞ്ഞു. കോഴിക്കോട് ഒരു സീറ്റ് മാത്രമാണ് LDF-ന് ലഭിച്ചത്. MV ഗോവിന്ദന്റെ ശൈലി വിനയായി. തളിപ്പറമ്പിലെ സ്ഥാനാർത്ഥിത്വം തിരിച്ചടിച്ചു. CPM സംസ്ഥാന കമ്മിറ്റിയിൽ വിമർശനം. ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിയെക്കുറിച്ച് വിശകലനം ചെയ്യാൻ ചേർന്ന CPM സംസ്ഥാന കമ്മിറ്റിയിൽ നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനം. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും പോളിറ്റ് ബ്യൂറോ അംഗം A വിജയരാഘവനുമെതിരെ സംസ്ഥാന കമ്മിറ്റിയിൽ രൂക്ഷമായ വിമർശനമാണ് ഉയർന്നത്. ഇരുവരുടെയും പ്രവർത്തന ശൈലിയും സംഘടനാപരമായ വീഴ്ചകളും തോൽവിക്ക് കാരണമായെന്ന് യോഗത്തിൽ ചൂണ്ടിക്കാണിക്കപ്പെട്ടു. തെരഞ്ഞെടുപ്പ് നയിക്കുന്നതിൽ ഇവർക്ക് വീഴ്ച സംഭവിച്ചതായും മേൽത്തട്ട് മുതൽ കീഴ്ത്തട്ട് വരെ സംഘടനാപരമായ വീഴ്ചകൾ ഉണ്ടായതായും വിലയിരുത്തലുണ്ടായി. MV ഗോവിന്ദന്റെ പ്രവർത്തന ശൈലിക്കെതിരെയും വിമർശനമുണ്ടായി. തളിപ്പറമ്പിലെ സ്ഥാനാർത്ഥിത്വം സംസ്ഥാനമൊട്ടാകെ തിരഞ്ഞെടുപ്പിൽ തിരിച്ചടിയുണ്ടാകാൻ കാരണമായെന്നും യോഗത്തിൽ വിമർശനമുയർന്നു. PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട CPI സ്വീകരിച്ച നിലപാട് തിരഞ്ഞെടുപ്പിൽ മുന്നണിയെ ദോഷകരമായി ബാധിച്ചുവെന്നും സംസ്ഥാന കമ്മിറ്റിയിൽ വിമർശനമുണ്ടായി. പദ്ധതിയുമായി മുന്നോട്ടു പോകാൻ CPM ആഗ്രഹിച്ചിരുന്നെങ്കിലും CPI-യുടെ കടുത്ത എതിർപ്പിനെ തുടർന്ന് അത് പകുതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വന്നു. ഇത് CPM-BJP ഒത്തുകളി ഉണ്ടെന്ന തരത്തിലുള്ള പ്രതിപക്ഷ ആരോപണങ്ങൾക്ക് ശക്തി പകരാൻ കാരണമായെന്നും ഇത്തരം വിഷയങ്ങളിൽ CPI കൂടുതൽ ജാഗ്രത പുലർത്തണമായിരുന്നുവെന്നും വിമർശനമുയർന്നു. തെരഞ്ഞെടുപ്പ് സമയത്ത് കേരള കോൺഗ്രസും മുന്നണി മാറ്റവുമായി ബന്ധപ്പെട്ട് നടത്തിയ ചർച്ചകൾ വോട്ടർമാർക്കിടയിൽ ആശയക്കുഴപ്പമുണ്ടാക്കി. ഇത് ന്യൂനപക്ഷ വോട്ടുകൾ കുറയാൻ കാരണമായതായും യോഗത്തിൽ വിലയിരുത്തലുണ്ടായി.